ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഉണരുന്നു, ഉണരാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഉണർന്നു കഴിഞ്ഞ അടുത്ത പരിപാടിയില്ലേ, എഴുന്നേൽക്കൽ. അത് പലർക്കും വലിയ പ്രശ്നമാണ്. ആ എഴുന്നേൽക്കൽ കംഫർട്ട് സോണിലുള്ള ഒരു കാര്യമേ അല്ല. എഴുന്നേക്കാൻ അതുകൊണ്ട് ബ്രെയിൻ സമ്മതിക്കില്ല. ബ്രെയിനിന് നല്ല മടിയാണ്. കംഫർട്ട് സോണിന് പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബ്രെയിനിൻ്റെ യാതൊരു സപ്പോർട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ എഴുന്നേൽക്കാതെ കട്ടിലേൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മൊബൈൽ തൊട്ടടുത്തുണ്ട്. അപ്പം നമ്മൾ കൈയെത്തിച്ച് മൊബൈൽ എടുക്കുന്നു, സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. സമയം കടന്നു പോകുന്നത് അറിയുക പോലുമില്ല. കാരണം സ്ക്രോൾ ചെയ്യുക എന്നുള്ളത് കംഫർട്ട് സോണിനകത്തുള്ളൊരു കാര്യമാണ്. ബ്രെയിൻ അതിനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് നമുക്ക് ഒരുപാട് സുഖങ്ങൾ തന്ന് നമ്മളിൽ നിന്ന് പണം മുഴുവനും അടിച്ചുകൊണ്ട് പോണത്. നമ്മുടെ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന, പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും കംഫർട്ട് സോണിന് പുറത്താണ്. അപ്പോൾ എഴുന്നേൽക്കൽ മാത്രമല്ല, നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകുമല്ലേ. നമുക്ക് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, എക്സസൈസ് ചെയ്യാനുണ്ടാവും, പാചകം ചെയ്യാനുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതെല്ലാം കൂടാതെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലോങ് ടേം ഗോൾ. അതിലേക്ക് എത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇതൊന്നും നടക്കാതെ വരാനുള്ള കാരണം ബ്രെയിൻ സപ്പോർട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ അതിജീവിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. മറ്റേത് നമ്മൾ അറിയാതെ ചെയ്യുമല്ലോ, കാരണം ബ്രെയിൻ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. വേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ലൈഫിൽ ക്വാളിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വയം ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ചില വഴികളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണമല്ലോ, ലൈഫ് ഈസ് എ വൺ ടൈം ഓഫർ. അത് മനസ്സിലാക്കി ആ മനോഹരമായ ജീവിതം നഷ്ടപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമ്മളെ എങ്ങനെ ഫോഴ്സ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടാക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു. ബ്രെയിൻ ഇതിനൊന്നും സമ്മതിക്കാൻ യാതൊരു സാധ്യതയില്ല. ബ്രെയിൻ എപ്പോഴും ഇതിന് തടസ്സം നിൽക്കും. അതിന് ബ്രെയിൻ ഒരു ഒന്നാന്തരം ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ചിന്ത. അതായത് ഇപ്പം വേണ്ട പിന്നീടാകാം, നോട്ട് നൗ ബട്ട് ലേറ്റർ. അതിനെ നമ്മൾ വേറൊരു ചിന്ത കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഒരേ സമയത്ത് രണ്ട് ചിന്തകൾ ഉണ്ടാവില്ല. നോട്ട് നൗ ബട്ട് ലേറ്റർ എന്നുള്ളത് മാറ്റി ഡു ഇറ്റ് നൗ. ഞാൻ എവിടെയോ ഒരു കവിത വായിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾ തൻ്റെ ജീവിതത്തിൽ എല്ലാം മാറ്റിവെച്ച് അവസാനം അയാൾ മരിച്ചു. അപ്പോൾ ആ കവിത വായിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. അപ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മാറ്റിവെച്ച് ജീവിച്ച ആളാണ്. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ ശവശരീരം മറവ് ചെയ്യുന്ന സമയത്ത് പിന്നെ രക്ഷയില്ലാതെ വന്നു. അപ്പോൾ നമുക്ക് ആലോചിക്കുന്നവർ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കവിതയാണെങ്കിലും സംഗതി സത്യമാണ്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റു, എല്ലാം മാറ്റി വെച്ചു, ഉച്ചയായി, വൈകുന്നേരമായി, ആ ദിവസം കടന്നുപോയി, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ പിറ്റേ ദിവസം ഒരാഴ്ചയായി, പിന്നെ മാസമായി, വർഷമായി. അങ്ങനെ 2025 നവംബറിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഡു ഇറ്റ് നൗ. രണ്ടാമത്തെ കാര്യം, അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ജീവിതത്തിന് ക്വാളിറ്റി ഉണ്ടാകണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ലക്ഷ്യം നേടണമെങ്കിൽ ലക്ഷ്യം സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കംഫർട്ട് സോണിന് പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തുടങ്ങുക എന്നുള്ളതാണ്. തുടങ്ങാൻ വൈകുന്തോറും കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാലോ, നമ്മൾ സ്നോബോളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു കുന്നിൻ്റെ മുകളിൽ മഞ്ഞ് കൊണ്ടുള്ളൊരു പന്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി, അത് ഉരുണ്ട് താഴേക്ക് പോയിക്കോളും. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പോയിക്കോളും. ആ സ്റ്റാർട്ടിൽ വളരെ നല്ലൊരു എനർജി ഉണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നല്ല തമാശയുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഒരു ബോട്ടിൻ്റെ ഡെക്കിൽ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കാഴ്ചകൾ കാണാൻ. പെട്ടെന്ന് അവിടെ നിന്നിരുന്ന ഒരു കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. ഒരാൾ പെട്ടെന്ന് ചാടി കുഞ്ഞിനെയും എടുത്ത് നീന്തി തിരിച്ച് ബോട്ടിലെത്തി. അയാൾ കയറി വന്നതും ആളുകളെല്ലാം അയാളെ അഭിനന്ദിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും അഭിനന്ദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മതി, എനിക്കിപ്പോൾ അറിയേണ്ടത് വേറൊരു കാര്യമാണ്, ആരാണ് എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്. എപ്പോഴും അങ്ങനെയാണല്ലേ, ആ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പോയിക്കോളും.
അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ വീടിൻ്റെ മുമ്പിലൊരു പുഴയുണ്ട്. ഞാൻ 5 വർഷക്കാലം എനിക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനായി പുഴയുടെ അരികിൽ താമസിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ ജോണിയേട്ടൻ ഞങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പം നമ്മളിങ്ങനെ മടിച്ച് നിൽക്കുമല്ലോ, ഒറ്റ തള്ളാണ്. പുഴയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. സ്വിമ്മിംഗ് പൂളിലും അങ്ങനെയല്ലേ, ചാടാനിങ്ങനെ മടിച്ച് നിൽക്കുന്നവരെ കാണാം. ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ നീന്തുകയല്ലേ. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലും. അതുകൊണ്ട് അങ്ങ് തുടങ്ങിയേക്കുക. 3-ാമത്തെ കാര്യം, ലോകമാസകലം വിജയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റൂളുണ്ട്, 2 മിനിറ്റ് റൂൾ. എൻ്റെ കോഴ്സിന് ചേരുന്നവരോട് ഞാൻ ആദ്യം വായിക്കാൻ പറയുന്നൊരു ബുക്ക് അതാണ്, അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ എഴുതിയ ആ പുസ്തകത്തിൽ ഈ 2 മിനിറ്റ് ഹാബിറ്റിനെ കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ, വേറൊന്നും വേണ്ട, നമ്മൾ വെയിറ്റ് കുറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചിലർ പറയൂലേ, ഞാൻ നാളെ മുതൽ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രശ്നമാണ്. അതേസമയം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ 2 മിനിറ്റ് നേരം ഈ കാര്യം ചെയ്യാൻ പോവാണ്, 2 മിനിറ്റ് നേരം എക്സസൈസ് ചെയ്യാൻ പോവാണ്, 2 മിനിറ്റ് നേരം ഞാൻ വായിക്കാൻ പോവാണ്. 2 മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്യുക. ഈ 2 മിനിറ്റ് ഉണ്ടല്ലോ വളരെ പവർഫുള്ളാണ്. നമ്മളെ വളരെ ഹെൽത്തിയായി ചെറുപ്പമാക്കി മാറ്റുന്ന ചില 2 മിനിറ്റ് എക്സസൈസ് ഉണ്ട്. അതൊക്കെ വളരെ പോപ്പുലറാണ്. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യണ്ട, ഈ 2 മിനിറ്റ് എക്സസൈസ് ചെയ്താലുള്ള ഒരു ഗുണം അത് ആർക്കും ചെയ്യേണ്ടെന്ന് തോന്നില്ല. 2 മിനിറ്റല്ലേ ഉള്ളൂ. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എനർജൈസ്ഡായി അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനം എടുക്കുക. ഞാൻ എന്തായാലും 2 മിനിറ്റ് ഇത് ചെയ്യാൻ പോവാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ 2 മിനിറ്റ് 4 മിനിറ്റ് ആകും, അരമണിക്കൂറാകും, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 4-ാമത്തെ കാര്യം, ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഈ ബാർഗെയിൻ ചെയ്യാറുണ്ട് അല്ലേ, നെഗോഷിയേഷൻ നടത്താറുണ്ട്. പക്ഷേ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ കടക്കാരൻ പറയും, ഇവിടെ ബാർഗെയിനിങ് ഇല്ല, നെഗോഷിയേഷനൊന്നുമില്ല, ഫിക്സ്ഡ് പ്രൈസാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ആ പ്രൈസ് കൊടുത്ത് ഈ സാധനം വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലൊരു നെഗോഷിയേഷൻ പാടില്ല, അതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല, അതിൽ മായം കലർത്താൻ പാടില്ല. അത് ചെയ്യാൻ തയ്യാറാവുക, വേറൊരു മാർഗ്ഗവും ഇല്ല. 5-ാമത്തെ കാര്യം, ഈ ബ്രെയിനിന് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ബ്രെയിൻ സമ്മതിക്കില്ലെങ്കിലും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ ബ്രെയിനിനകത്തുള്ള റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യും. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ ഡോപ്പമൈൻ എന്ന ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. അതിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയാറുണ്ട്. ഇത് ആക്ടിവേറ്റഡ് ആവും. അപ്പം നമുക്ക് നല്ലൊരു സുഖം തോന്നും, സന്തോഷം തോന്നും, വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാനുള്ളൊരു താല്പര്യവും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റം കുറേയും കൂടി ഇഫക്റ്റീവ് ആക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളത് ചെയ്യാറുമുണ്ട്. ഒരാൾക്കൊരു സക്സസ് ഉണ്ടാവുമ്പോൾ നമ്മൾ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. എന്തിനാണ്? റിവാർഡ് കൊടുക്കുമല്ലേ. അത് ബ്രെയിനിന് വലിയ ഇഷ്ടമാണ്. ഇക്കാര്യം റിപ്പീറ്റ് ചെയ്യാൻ ബ്രെയിൻ സഹായിക്കും. ഞാൻ പണ്ടൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കനേഡിയൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോളിടെക്നിക്കിൻ്റെ മുന്നിൽ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കി. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ചാർജുള്ള റിച്ചാർഡ് ഹാംപ്റ്റൺ അവിടെ വന്നു. ഈ ഗാർഡൻ കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പോൾ ആ പ്രോജക്റ്റിൽ എപ്പോഴും ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരുന്ന് പ്രിൻസിപ്പല്, HODs, വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് ഹാംപ്റ്റൺ എന്താ ചോദിച്ചതെന്നാ, ഈ ഗാർഡൻ്റെ ചാർജ് ഉള്ളത് ആർക്കാ? അപ്പോൾ ഞങ്ങൾക്കൊരു ഗാർഡനറുണ്ട്, അദ്ദേഹം പുറകിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സമ്മാനമൊക്കെ കൊടുത്ത് ആദരിച്ചു. ശരിക്കും വിജയത്തിൻ്റെ പിന്നിൽ ആരാണ്? അയാൾക്കല്ലേ നമ്മൾ റിവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ സ്വയം ഫോഴ്സ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ തന്നെയല്ലേ. അപ്പം നമുക്ക് പറയാവുന്നത് റിവാർഡ് യുവർ സെൽഫ്. സെൽഫായിട്ടൊരു റിവാർഡ് നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. ഇത് കഴിഞ്ഞാൽ ഞാനൊരു സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ പല അച്ചീവ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ട്രിപ്പിന് പോകും. നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. 6-ാമത്തെ കാര്യം, അത് നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറും, ഈസി ആയിട്ട് മാറും. അപ്പോൾ അത് കംഫർട്ട് സോണിലാകും. കംഫർട്ട് സോണിലായിക്കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ നോക്കിക്കോളും. നമുക്ക് പിന്നെ അത് ചെയ്യാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കേട്ടിട്ടില്ലേ, ബ്രെയിൻ സപ്പോർട്ട്സ് ഹാബിറ്റ്സ്. അപ്പോൾ ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ അതാ സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കംഫർട്ട് സോണിലാകും. അപ്പോൾ ബ്രെയിനിന് അതിനോടുള്ള എതിർപ്പൊക്കെ മാറും. ബ്രെയിൻ എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങളോടാണുള്ള താല്പര്യം.
ഹാബിറ്റായി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ ഈസിയാണ് നമുക്ക്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ സപ്പോർട്ടും കിട്ടും, നമ്മൾ വളരെ കൃത്യമായി ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. വീഡിയോയുടെ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ലൈഫ് ഈസ് എ വൺ ടൈം ഗിഫ്റ്റ്. അവിടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല. ഇങ്ങനെ ആയാൽ പോരെ, അങ്ങനെ ആയാൽ പോലെ, ഇങ്ങനെ ആയാലും എന്താ കുഴപ്പം, അങ്ങനെ ആയാലും എന്താ കുഴപ്പം, ഇതൊക്കെ ആലോചിച്ച് കളയാനൊന്നും സമയമില്ല. നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. അപ്പം ഇനി എക്സ്ക്യൂസ് ഇല്ല, തുടങ്ങല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കാം. ആദ്യത്തേത് ഡു ഇറ്റ് നൗ, രണ്ടാമത്തത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, മൂന്നാമത്തത് 2 minute റൂൾ, നാലാമത്തത് ഇവിടെ ബാർഗെയിനിങ് നെഗോഷിയേഷൻ ഒന്നുമില്ല, അഞ്ചാമത്തത് സെൽഫ് റിവാർഡിങ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ആറാമത്തെ കാര്യം ബ്രെയിൻ സപ്പോർട്ട്സ് ഹാബിറ്റ്സ്. അപ്പം എന്തായാലും തുടങ്ങുകയല്ലേ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.